ആ കാലം മുതൽ തന്നെ അന്തർവാഹിനികൾ എല്ലാ രാജ്യങ്ങൾക്കും പേടി സ്വപ്നമാണ്. കാരണം ശത്രുരാജ്യത്തിന്റെ അന്തർവാഹിനി കടലിൽ എവിടെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും അന്തർവാഹിനികൾ ഒരു കടലിലുള്ള ഒരു കപ്പൽ തകർന്നു വീഴുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും അന്തർവാഹിനികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെയുള്ള അന്തർവാഹിനികളെ നേരിടുന്ന ആന്റി സബ്മറൈൻ വാർഫെയർ സംവിധാനത്തിലുള്ള ആ ഒരു ക്രമീകരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നോടിയായി ഇതാ ആരോഹെഡ് ഫോർമേഷൻ എന്നറിയപ്പെടുന്ന ആ ഒരു ഫോർമേഷനിൽ ഇപ്പോൾ അതാ 3 സീക്കിംഗ് ഹെലികോപ്റ്ററുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ ആന്റി സബ്മറൈൻ വാർഫെയർ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഈ കടലിൽ ഒളിഞ്ഞു കിടക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തുന്നതും അവയിലേക്ക് ആക്രമണം നടത്തുന്നതും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ASW റോക്കറ്റ് ഫയറിംഗ് ആണ്. ഇപ്പോൾ ഒരു അന്തർവാഹിനി കടലിൽ കൂടെ വരുന്നുണ്ട്. അത് നമ്മുടെ INS ശിശുമാറാണ്. അതിന് മുന്നോടിയായി ഒരു ഫ്ലെയറുകളൊക്കെ ഒരു ആരോഹെഡ് ഫോർമേഷൻ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ക്ഷമിക്കണം, ആ ഒരു ആരോഹെഡ് ഫോർമേഷൻ സീക്കിങ്ങുകൾ പോയിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ MS-60 ഹെലികോപ്റ്ററുകൾ ഇവിടേക്ക് എത്തിയത്. ഇവിടെയാണ് ASW ഡെമോ നടത്തുന്നത്. ക്ഷമിക്കണം, ഞാൻ മുൻപ് തെറ്റായി പറഞ്ഞിരുന്നു. സീക്കിംഗ് ഹെലികോപ്റ്ററുകളെ MS-60 ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു ഇത് നടത്തിയത്. പക്ഷേ ഇപ്പോഴാ MS-60 ഹെലികോപ്റ്ററുകളാണ് ഭാരതത്തിന്റെ ആന്റി സബ്മറൈൻ അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിന്റെ അന്തർവാഹിനി വേട്ടകളുടെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള യുദ്ധോപകരണം ഭാരത സൈന്യത്തിന്റെ അവരുടെ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് ഫ്ലെയറുകളാണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ ആന്റി സബ്മറൈൻസിനെ നേരിടാനുള്ള റോക്കറ്റ്സ് ആണെങ്കിലും ശരി, മിസൈൽസ് ആണെങ്കിലും ശരി, അത്തരം വിന്യാസമൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതാ ഇനിയിപ്പോൾ മറ്റൊരു ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തുന്നു. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള കമോ ഹെലികോപ്റ്ററുകളാണ്. ടിൻ ബ്ലേഡ് സിസ്റ്റമുള്ള ഇരട്ട ബ്ലേഡ് സംവിധാനമുള്ള കമോ ഹെലികോപ്റ്ററുകളാണ് നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. INS വിക്രാന്തിലടക്കം വിന്യസിക്കപ്പെട്ടിരിക്കുന്നവയാണ് കമോ ഹെലികോപ്റ്ററുകൾ എന്നുള്ളത്. അവയുടെ അവർ പറന്നു പോകുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ ക്രമീകരണങ്ങളുണ്ട്. ഇനി ഇന്ത്യൻ നേവിയുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഹെലികോപ്റ്ററുകളെ പോലെ തന്നെ കൂടുതൽ വിമാനങ്ങളും മറ്റ് ഹെലികോപ്റ്ററുകളും ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ നടക്കുന്ന ഒരു ഫ്ലൈ പാസ്റ്റ് ആണ്. അതിൽ ഭാരതത്തിൻ്റെ ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന പല വിമാനങ്ങൾ ഇവിടെ ഒരു ഫ്ലൈ പാസ്റ്റ് നടത്തും. അവ ഓരോന്നും ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ദൂരം നിന്ന് വരുന്നത്, എൻ്റെ പ്രതീക്ഷ ശരിയാണെങ്കിൽ അത് ഡോർണിയർ വിമാനങ്ങളാണ്. ഈ സമുദ്ര നിരീക്ഷണത്തിനും സെർച്ച് ആൻഡ് റെസ്ക്യൂ പോലെയുള്ള സംവിധാനങ്ങൾക്കുമൊക്കെ ഏറ്റവും അധികം ഭാരതീയ നാവികസേന ഉപയോഗപ്പെടുത്തുന്നവയാണ് ഡോർണിയർ വിമാനങ്ങൾ. നമ്മൾ ഓക്കി ദുരന്തമുണ്ടായപ്പോൾ ഡോർണിയർ വിമാനങ്ങളെ ഭാരതീയ നാവികസേന വിന്യസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കടലിൽ ഉണ്ടാകുന്ന പല നിരീക്ഷണങ്ങൾക്കും ഇപ്പോൾ മറ്റ് ബോട്ടുകളെയും മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ നിരീക്ഷിക്കാനും ഒക്കെ ഭാരതീയ നാവികസേന ഉപയോഗിക്കുന്ന ഡോർണിയർ വിമാനങ്ങളാണ് ഇപ്പോൾ ശംഖുമുഖത്ത് ഈ ഒരു ഫ്ലൈ പാസ്റ്റ് നടത്തിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഡോർണിയർ വിമാനങ്ങളെ പറ്റിയായിരിക്കും. കാരണം കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുമ്പോൾ ഡോർണിയർ വിമാനങ്ങൾ നിരീക്ഷണം നടത്തിയെന്ന് നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെയും അല്ലാതെയും ഒക്കെ കണ്ടിട്ടുമുണ്ടാകും, കേട്ടിട്ടുമുണ്ടാകും. ഇപ്പോഴും മറ്റൊരു വിമാനം കൂടി ഇങ്ങോട്ടേക്ക് വരുന്നു. P-8 ടൈപ്പ് പൊസൈഡൻ ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇന്ത്യയുടെ ലോങ് റേഞ്ച് സംവിധാനങ്ങൾക്കൊക്കെ ഭാരതം നാവികസേന ഉപയോഗിക്കുന്ന അതാണ് P-8 പൊസൈഡൻ എന്ന വിമാനമാണ്. ഇപ്പോൾ അങ്ങനെ വിളിപ്പേരുള്ള വിമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. P-8 ഇത് ഫ്ലെയറുകൾ വിന്യസിച്ച ആകാശത്ത് മനോഹരമായൊരു കാഴ്ച ഒരുക്കി കൊണ്ടുപോകുന്നു. ലോങ് റേഞ്ച് ബോംബിങ്ങിനടക്കം സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇറങ്ങിയ P-8 വിമാനമാണ് ഇപ്പോൾ ഫ്ലൈ പാസ്റ്റ് നടത്തിയത് എന്നുള്ളതാണ്. ഈ ഫ്ലൈ പാസ്റ്റിനൊപ്പം തന്നെ കടലിൻ്റെ മറ്റൊരു വശത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കടലിൽ കൂടെ അതാ വരുന്നു. INS ശിശുമാർ വരുന്നുണ്ട്. INS ശിശുമാർ ഇന്ത്യയുടെ ഒരു ഡീസൽ എഞ്ചിനുള്ള ഒരു സബ്മറൈനാണ്. ശിശുമാർ ക്ലാസ്സിൽ പെടുന്ന. അതോടൊപ്പം തന്നെ മറ്റൊരു വിമാനം കൂടി ഇവിടേക്ക് വരികയാണ്. ഇത് MiG-29K ആണ്. ഫ്ലെയറുകൾ വിന്യസിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ ആകാശത്ത് മറ്റ് മിസൈലുകളെയുമൊക്കെ പ്രതിരോധിക്കാനാണ് ഫ്ലെയറുകൾ ഉപയോഗിക്കുന്നത് എന്ന് കൂടി നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഫ്ലെയറുകൾ വിന്യസിച്ചാണ് പലപ്പോഴും വിമാനങ്ങൾ അവയുടെ ഈ ഹീറ്റ് സീക്കിംഗ് മിസൈലുകളൊക്കെ വരുമ്പോഴാണ്
താപത്തെ നിരീക്ഷിച്ച് വരുന്ന, അല്ലെങ്കിൽ താപം എങ്ങോട്ടാണ് ഈ വിമാനങ്ങളുടെ എഞ്ചിനുള്ളിൽ നിന്ന് വരുന്ന അത്യധികമായ ചൂടിനെയും പുകയെയും അത് ഡിറ്റക്റ്റ് ചെയ്ത് ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഫ്ലെയറുകൾ വിന്യസിച്ചുകൊണ്ട് നമ്മൾ പ്രതിരോധമൊരുക്കുക. അത് എല്ലാ രാജ്യത്തെ പൊതുവെയുള്ള എല്ലാ യുദ്ധവിമാനങ്ങളുടെയും, ലോകത്തെ എല്ലാ യുദ്ധവിമാനങ്ങളുടെയും ഒരു പ്രാഥമിക പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് ഈ ഫ്ലെയറുകൾ എന്നുള്ളത്. ആ ഫ്ലെയറുകൾ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ MiG-29K ഇപ്പോൾ കടന്നുപോയത്. ഇപ്പോൾ ആകാശത്ത് നമുക്കത് കാണാൻ ദൃശ്യങ്ങളിൽ കഴിയുമോ എന്നറിയില്ല, കാരണം ക്യാമറ അതിവേഗത്തിൽ തിരിച്ചെങ്കിൽ മാത്രമേ ഈ പല ദൃശ്യങ്ങളും നമുക്ക് പകർത്താൻ കഴിയുള്ളൂ. ഇൻവെർട്ടഡായി പെട്ടെന്ന് വെട്ടിത്തിരിയുന്ന രീതിയിലുള്ള ചരിഞ്ഞുള്ള പറക്കലുകൾ, അതായത് ആകാശത്ത് ഈ മെനൂവറബിൾ രീതികൾ, പല രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഈ വിമാനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.